പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. സന്ദർശിക്കാനൊക്കെ പറ്റിയൊരു ഇടമാണ് കേട്ടോ. കല്ലറയിലുള്ള ആയിരവല്ലി പാറ എന്നുള്ളതാണ് ഈ സ്ഥലം. ആയിരവല്ലി പാറ എന്ന് പറയുന്നത് വലിയൊരു കഥയാണ് കേട്ടോ. വലിയൊരു കഥ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്ത് കാണുന്ന ആ ചെറിയ ഇടമായി കാണുന്നത് കല്ലറ ജംഗ്ഷനാണ്, കല്ലറ ടൗൺ. ആ ടൗണിൻ്റെ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ പഴയ ചന്തയാണ് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡ്. കല്ലറ ഗവൺമെൻറ് ഹൈസ്കൂള്. അപ്പോൾ ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കുട്ടിക്കാലത്ത് അവരെല്ലാവരും ഉച്ച സമയത്ത് ചോറ് ഉണ്ണുന്നതിന് വേണ്ടി ആൺകുട്ടികളെല്ലാം കയറി വരുന്ന ഒരു പാറയാണിത്. ഈ താഴ്ഭാഗത്തു കൂടി കയറി ഈ പാറയിൽ ഇങ്ങനെ കുത്തനെ ചവിട്ടി കയറിയിട്ടാണ് ഇതിൻ്റെ ഉയരത്തിലെത്തുക. ഇവിടെ ഇരുന്ന് അവർ ഭക്ഷണമൊക്കെ കഴിച്ചു കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് ആ പാറയുടെ മുകളിലൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ വാട്ടർ സപ്ലൈയുടെ ഭാഗമായിട്ടുള്ളൊരു ടാങ്കാണ്. അപ്പോൾ ആ ടാങ്കിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുളിക്കുന്നവർ കുളിക്കും, കുടിക്കുന്നവർ കുടിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ജോളിയായി വളരെ ആവേശത്തിൽ കടന്നു പോകുന്ന ഒരു പാറയാണ് ആയിരവല്ലി പാറ. അങ്ങനെ ഒരു 10-30 വർഷങ്ങൾക്ക് ശേഷം ഈ ആയിരവല്ലി പാറ കാണണം എന്നുള്ളൊരു സംഗതി വെച്ചിട്ട് ഞാൻ അവിടേക്ക് പോയി. അവിടേക്ക് ചെല്ലുമ്പോൾ ആയിരവല്ലി പാറ കാണാനേ ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ കല്ലറ ടൗണിലേക്ക് നിന്ന് നോക്കുമ്പോൾ ആയിരവല്ലി പാറ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആയിരവല്ലി പാറ കാണാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു കൗതുകം തോന്നി, എന്താ പാറ എവിടെ പോയി? അപ്പോൾ അവിടെ വേറെ ചില നിർമ്മിതികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് പിന്നാലെ കാണിക്കാം. ഇതാ പാറയിൽ നിന്ന് കാണുമ്പോൾ ഒരു മസ്ജിദാണ്, വളരെ ദൂരത്തുള്ള ഒരു മസ്ജിദ്. അതിൻ്റെ മിനാരങ്ങളിങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കാണാം. അതുപോലെ അവിടെ നിൽക്കുമ്പോൾ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ കല്ലറയിലെ ബസ് സ്റ്റാൻഡ്, സ്കൂള്, കല്ലറ ടൗണ്, ഇതാണ് ടൗണ്, അത് മുഴുവൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ബസ് സ്റ്റാൻഡ് കേട്ടോ, ബസ്സുകൾ അടുക്കിയിട്ടിരിക്കുകയാണ്. 2-3 ബസ്, ഒരു ബസ് ഇങ്ങനെ എടുക്കുന്നുണ്ട്, അതിലെ ബൈക്ക് പോകുന്നുണ്ട്. ഇത് പഴയ കാലത്ത് ചന്തയായിരുന്നു. ഈ ചന്ത ഒക്കെ മാറി പിന്നീട് അത് ബസ് സ്റ്റാൻഡായി. ചന്ത അതിന് താഴേക്ക് ഒരു പുരയിടത്തിലേക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡൊക്കെ ആകുന്നതിന് മുമ്പ് വ്യാഴവും തിങ്കളുമാണ് ഇവിടെ ചന്ത നടക്കുന്നത്. ആ ദിവസം ഇതിൻ്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉറുമ്പിനെ പോലെ മനുഷ്യർ ഇങ്ങനെ ഇഴഞ്ഞ് കച്ചവടം ചെയ്യുന്ന പലതരത്തിലുള്ള കച്ചവടം, വെറ്റാപ്പാക്ക്, അതേപോലെ കോഴി, ആട്, മത്സ്യം, തേങ്ങ, മാങ്ങ, ചക്ക, വാഴ, തുണികൾ, അങ്ങനെ തുടങ്ങി ചീപ്പ് മുതൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ലഭിക്കുന്ന ഒരു വലിയ ചന്തയായിരുന്നു. ഈ ചന്തയെ സംബന്ധിച്ച് വലിയ ഖ്യാതികേട്ടിട്ടുള്ള ഒരു ചരിത്ര സംഭവം കൂടിയുണ്ട് കേട്ടോ. ഇതാണ് സ്കൂള്, ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള സ്കൂളാണത്. ആ ചരിത്രത്തിൻ്റെ വലിയ ഖ്യാതി എന്ന് പറഞ്ഞാൽ ഈ കല്ലറ പാങ്ങോട് വിപ്ലവം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഒന്നാണ്. അതിന് കല്ലറ ചന്ത വഹിച്ചിട്ടുള്ള പങ്ക് ഏറെ വലുതാണ്. കല്ലറ ചന്തയുമായി ബന്ധപ്പെട്ട് അവിടെ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിട്ടുള്ള ചുങ്കവും നീതിപരവുമായി ബന്ധപ്പെട്ടാണ് സമരം ഉണ്ടായിട്ടുള്ളത്. അതിവിടെയല്ല കേട്ടോ ചന്ത, പഴയ ചന്ത എന്ന് പറയുന്ന മറ്റൊരു പ്രദേശത്താണ് അന്നത്തെ ചന്തയൊക്കെ ഉണ്ടായിരുന്നത്. എങ്കിലും ആ ചന്തയാണ് പിന്നീട് ഇങ്ങോട്ട് പറിച്ചു നട്ടത്. ആ പറിച്ചു നട്ടിട്ട് പിന്നീട് എന്ത് ചെയ്തു, അവിടെ ബസ് സ്റ്റാൻഡായി മാറുകയും ചെയ്തു. ചന്ത പിന്നീടും താഴോട്ട് മാറ്റി. ഇപ്പോൾ ആയിരവല്ലി പാറയുടെ മുകളിൽ 3 മൂർത്തികളെ ആവാഹിച്ചിരിക്കുക. 3 മൂർത്തികളുടെ ഇരിപ്പ് സ്ഥാനമാണിത്. അതിന് മുകളിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായി. വളരെ കാലങ്ങൾക്ക് ശേഷം 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒന്ന് അവിടെ കാണാൻ സാധിക്കുമായിരുന്നില്ല. ഒരർത്ഥത്തിൽ ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് ഗുണകരമാണ്. കാരണം എന്താണെന്നറിയോ, പാറയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു എന്തോ ഒരു സൈ എന്നുള്ള മാത്രമേ വായിക്കാൻ പറ്റുന്നുള്ളൂ, ബാക്കിയൊക്കെ സിമെൻ്റ് ഇട്ട് മറഞ്ഞുപോയി. അപ്പോൾ ഇങ്ങനെ ഒരു അമ്പലം വന്നത് നല്ലതാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ, ഈ ഇത്തരം പാറകൾ അതുപോലെ തന്നെ പർവ്വതങ്ങൾ ഒക്കെ JCBക്കാരും അതേപോലെ മറ്റുള്ള മാഫിയകൾ എന്ന് പറയുന്ന, അത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല, മാഫിയകളെന്ന് അവരെ വിളിക്കാൻ കഴിയില്ല. കാരണം അവരൊക്കെ പാറ ഇടിച്ച് പൊട്ടിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ നല്ലതുപോലെ വീടുകൾ വെക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗുണഭോക്താക്കളാണ്, മാഫിയയുടെ ഗുണഭോക്താക്കളാണ് നമ്മളെല്ലാവരും, ഞാനടക്കം നിങ്ങളുമൊക്കെ. ഈ പാറയുടെയും കോറിയുടെയും അത് പൊട്ടിക്കുന്നവരുടെയും അത് JCBയും മറ്റുമൊക്കെ ആയിട്ട് കയറി ഇടിച്ച് നിരത്തി മലകൾ നിരത്തി
മണ്ണാക്കി നാടിൻ്റെ മലകളെ നശിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആ നശീകരണത്തിൻ്റെ ഒരു പങ്കാളി ഞാൻ നിങ്ങളും കൂടെയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു മാഫിയ എന്ന് പറയാൻ കഴിയില്ല. ഇനി അങ്ങനെ ഒരു മാഫിയ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒക്കെ ആ മാഫിയകളിൽ പെടുന്ന ആളുകളാണ്. കാരണം നമ്മുടെയൊക്കെ വീടുകൾക്ക് പാറയും അതിരുകൾക്ക് പാറയും അടുക്കും മറ്റു കാര്യങ്ങളും ഒക്കെ കല്ലൊക്കെ എടുത്തിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ എല്ലാവരും ആ മാഫിയയുടെ പങ്കാളികളും ഒക്കെയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ക്ഷേത്രം വന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ മല, ഈ പാറ ഇടിച്ചു നിരത്തുന്നതിന് വേണ്ടി ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളൊരു ഗുണം വശം അതിലുണ്ട്. ഇതാണ് ഞങ്ങൾ കുട്ടിക്കാലത്ത് കയറുകയും കളിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിരുന്ന ടാങ്കാണിത്. വാട്ടർ സപ്ലൈയുടെ ടാങ്കാണ്. അത് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ക്ഷേത്രത്തിന് വേണ്ടി ഈ ഭൂമി അല്ലെങ്കിൽ ഈ പാറ സർക്കാർ പതിച്ച് നൽകിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും അങ്ങനെ ആകാൻ മാത്രമേ വഴിയുള്ളൂ. ഇതാണ് കല്ലറ ടൗണിനെ വീണ്ടും ഒരിക്കൽ കൂടി കാണിക്കുന്നു. ഇനി വേറെയും ചില രസകരമായ കാഴ്ചകളുണ്ട്. ഇത് കല്ലറ ടൗണിൻ്റെ പള്ളിയാണ്, ടൗൺ പള്ളിയാണ്. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നമസ്കരിക്കാൻ പോയിരുന്ന പള്ളിയാണ്. പക്ഷേ അതിനപ്പുറത്തൊരു പള്ളിയുണ്ട്, മുഹിദ്ദീൻ ജമാഅത്ത് എന്നുള്ള, അതാണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ സമരേഖയിൽ ഈ പള്ളി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതുവരെ ഞാൻ ഇങ്ങനെയല്ല, ഞാൻ യാത്ര ചെയ്യുമ്പോൾ നേരെ ഈ പള്ളിയുടെ മുന്നിലൂടെയാണ് യാത്ര ചെയ്ത് പോകുന്നത്. അങ്ങനെ അങ്ങ് പോകുമ്പോൾ കാണുന്ന ഒരു മസ്ജിദായിരുന്നു അത്. പക്ഷേ ഈ ആയിരവല്ലിപ്പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കല്ലറ ടൗൺ പള്ളിയും അതുപോലെ തന്നെ ആ മുഹിദ്ദീൻ പള്ളിയും സമാസമം ഒരേ ലൈനിൽ നിൽക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ഏകദേശം ഈ പാറയുടെ മുകളിലുള്ള അമ്പലവും ഇതിൻ്റെ മൂന്നും ഒരേ ദിശയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ദൈവാലയങ്ങളാണല്ലോ, മൂന്നും ഒരേ ദിശയിൽ തന്നെ നിൽക്കട്ടെ. ആ ഒരേ ദിശയിൽ നിന്നുള്ള സമാധാനവും ശാന്തിയും ഒക്കെ ഈ നാട്ടിൽ അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഏതായാലും എല്ലാവരും സൗഹൃദത്തിലും സൗഹൃദാന്തരീക്ഷത്തിലും ജീവിക്കുന്ന ഒരു ഇടം എന്ന നിലയിൽ 3 ആരാധനാലയങ്ങൾ, 2 മുസ്ലിം പള്ളിയും ഒരു ക്ഷേത്രവും സമ അതിർത്തിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച വളരെ മനോഹരം. കാരണം ഞാൻ നിൽക്കുന്ന അവിടെ നിന്നിട്ട് നേരെയാണ് ഈ പള്ളി കാണുന്നത്. കണ്ടില്ലേ, 2 പള്ളികൾ. ഈ 2 പള്ളികളിലും നമ്മളെല്ലാവരും ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും സഹകരണങ്ങൾ നൽകുന്ന ഒരു ഇടം കൂടിയാണ് എന്നുള്ളത് വേറെ ഒരു പ്രത്യേകതയുണ്ട്. ഏതായാലും ഇങ്ങനെ ആയിരവല്ലിപ്പാറ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണാൻ പോയിട്ടുള്ള ഒരു മനോഹര ദൃശ്യമാണ്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ, ലൈക്ക് ചെയ്യുക, മനോഹരമായ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണിൽ ഒന്ന് നല്ലതുപോലെ ഹൃദയം കൊണ്ട് തൊടുക. നമുക്ക് വീണ്ടും വീഡിയോകളൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.